നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും വിശേഷപ്പെട്ട ഏറ്റവും ശക്തിയാർന്ന വ്രതമാണ് ഏകാദശി വ്രതം എന്ന് പറയുന്നത്. ആ ഏകാദശികളിൽ വെച്ച് ഏറ്റവും ശക്തിയുള്ള ഏകാദശികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയുന്നത്. വൈകുണ്ഠനാഥനായ മഹാവിഷ്ണു ഭഗവാൻ സ്വർഗവാതിൽ മലർക്കെ തുറന്നിട്ട് തൻ്റെ പ്രജകളെ കാണാനായി ഈ ഭൂമിയിലേക്ക് വരുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും വീടുകളിലേക്ക് ഭഗവാൻ ലക്ഷ്മി സമേതനായിട്ട്, അതായത് മഹാലക്ഷ്മി ദേവിയോടൊപ്പം നമ്മുടെ വീടുകളിലേക്ക് വരുന്ന ദിവസമാണ് സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയുന്നത്. ഈ വർഷത്തെ സ്വർഗവാതിൽ ഏകാദശി ഇങ്ങെത്തിയിരിക്കുകയാണ്. ഈ വർഷത്തെ സ്വർഗവാതിൽ ഏകാദശി വ്രതം എങ്ങനെ നോക്കണം, ആ ദിവസങ്ങളിൽ വ്രതം എടുക്കുന്നവരും എടുക്കാത്തവരും വീട്ടിൽ എങ്ങനെ വിളക്ക് തെളിയിക്കണം, ഈ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്നാണ് സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയുന്നത്. ഒരുപാട് പേര് തർക്കിക്കുന്നത് കണ്ടു, ഡിസംബർ 30-നാണോ ഡിസംബർ 31-നാണോ ഏകാദശി എന്ന് പറഞ്ഞിട്ട്. ചിലര് പറയുന്നു 31-ആണെന്ന്, ചിലര് പറയുന്നു 30-ആണെന്ന്. ചില ജ്യോതിഷ പണ്ഡിതർ തമ്മിൽ വരെ തർക്കങ്ങൾ നടക്കുന്നതായിട്ട് കണ്ടു. അപ്പൊ നമുക്ക് ഏത് ദിവസമാണ്, എങ്ങനെയാണ് ആചരിക്കേണ്ടത്, എല്ലാ കാര്യത്തിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ എപ്പോഴാണ് ഈ ഒരു സ്വർഗവാതിൽ ഏകാദശി വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് പറയാം. കേരളീയ ജ്യോതിഷ പ്രകാരം കൃത്യമായി ഗ്രഹിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഡിസംബർ 31-നാണ് സ്വർഗവാതിൽ ഏകാദശി വ്രതം നോൽക്കേണ്ടത്. ഡിസംബർ 31-നാണ് കൃത്യമായി സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയുന്നത്. നിങ്ങളുടെ വീട്ടില് കലണ്ടർ ഉണ്ടെങ്കിൽ കലണ്ടറിൽ നോക്കുമ്പോൾ ഒരുപക്ഷെ ഡിസംബർ 30 എന്ന് കാണാം. 30 വ്രതം കൈക്കൊള്ളേണ്ട ദിവസം 31-ആണ്. 30 തെറ്റാണ്. അതിനുള്ള കാരണവും കൂടെ ഒന്ന് പറഞ്ഞു തരാം. ഇതൊക്കെയും കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ അതിലേക്ക് കടക്കാനായിട്ട്. നമ്മൾ സാധാരണ ഏകാദശി എന്ന് പറയുമ്പോൾ ദശമി, ഏകാദശി, ദ്വാദശി ഇങ്ങനെ 3 ദിവസങ്ങളിലായിട്ടാണ് വരുന്നത് അല്ലെ. നിങ്ങൾക്ക് കലണ്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഈ ഏകാദശി എന്ന് പറയുന്നത് അതിൽ കാണിക്കുന്നില്ല. ദശമിയോടും ദ്വാദശിയോടും ചേർന്ന്, രണ്ടിനോടും ചേർന്നാണ് ഈ പറയുന്ന ഏകാദശി തിഥി വന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ദശമി കഴിഞ്ഞ് നേരെ ദ്വാദശിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഈ സംശയം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ, അതായത് ഏകാദശിയുടെ സ്പർശം ദശമിയോടും ഏകാദശിയുടെ സ്പർശം ദ്വാദശിയോടും നിന്ന് വരുന്ന സമയത്ത് ഭാരതീയ സങ്കല്പങ്ങളും നമ്മുടെ ഹൈന്ദവ സങ്കല്പങ്ങളും പ്രകാരം എല്ലാ രീതിയിലും ഏകാദശി ദ്വാദശിയോട് ചേർന്ന് വരുന്ന ദിവസം വേണം ആചരിക്കാൻ എന്ന് പറയുന്നത്. അതിന് കാരണമായിട്ട് പറയുന്ന ഒരു കാര്യവുമുണ്ട്. അതായത് ദശമി ദിവസം ചേർന്ന് വന്ന ഏകാദശി വ്രതം നോറ്റ ഗാന്ധാരിക്ക് തന്റെ 100 പുത്രന്മാരെ നഷ്ടമായതായിട്ട് പറയുന്നുണ്ട്. അസുരഗണം ശക്തി കൂടുതലായിട്ടുള്ള ഏകാദശിയാണ് ദശമിയോട് ചേർന്ന് വരുന്ന ഏകാദശി എന്ന് പറയുന്നത്. അതായത് 30-ാം തീയതിയിലാണ് നിങ്ങൾ ഏകാദശി ആചരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഏകാദശി പ്രാർത്ഥന ഈ വ്രതം എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് പൊതുവെ ദോഷകരമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഏകാദശി ദശമിയായിട്ട് വരുന്ന 30-ാം തീയതി ആചരിക്കാൻ പാടില്ല. 31-ാം തീയതി ദ്വാദശിയോട് ചേർന്ന് വരുന്ന ഏകാദശി തിഥി ആയിട്ടുള്ള ഈ പറയുന്ന 31-ാം തീയതി വേണം നിങ്ങൾ ഏകാദശി വ്രതം നോൽക്കാൻ എന്നുള്ളത്. അങ്ങനെ വേണം. അപ്പോൾ 31-ാം തീയതി വേണം വ്രതം നിന്ന് നോമ്പ് നോറ്റ് ഭഗവാനെ പ്രാർത്ഥിച്ച് വ്രതം കൈക്കൊള്ളാനായിട്ട്. സ്വർഗവാതിൽ ഏകാദശിയുടെ പുണ്യം നേടിയെടുക്കാൻ ഈ ദിവസമാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെയും ചെയ്യേണ്ടത്. ആദ്യം തന്നെ ആ പ്രശ്നം ഞാൻ പരിഹരിച്ചു തന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ 31-ാം തീയതിയാണ് വ്രതം. ഗുരുവായൂരാകട്ടെ, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലായിക്കൊള്ളട്ടെ, തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലായിക്കൊള്ളട്ടെ, ഇവിടെയെല്ലാം 31-ാം തീയതിയാണ് ഈ ഏകാദശി വ്രതം വരുന്നത്. ഇനി നമുക്ക് വ്രതം അനുഷ്ഠിക്കേണ്ട രീതിയെ കുറിച്ച് പറയാം. ആ രീതിയിൽ ഉപവാസം കൈക്കൊണ്ടാൽ മതി, വ്രതം നോറ്റാൽ മതി. ഇനി വ്രതം നോൽക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ വീട്ടിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചാലും മതി എന്നുള്ളതാണ്. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഏകാദശി വ്രതം എന്ന് പറയുന്നത് പട്ടിണി കിടക്കലല്ല. ചിലർക്കെങ്കിലും ഒരു ധാരണയുണ്ട് പട്ടിണി കിടക്കുന്നതാണ് ഏകാദശി വ്രതം എന്നുള്ളത്. പട്ടിണി കിടക്കുന്നതല്ല ഏകാദശി വ്രതം. ഭക്ഷണം കഴിച്ചുകൊണ്ടും നമുക്ക് ഏകാദശി വ്രതം എടുക്കാവുന്നതാണ്. എല്ലാവർക്കും അവരുടെ ആരോഗ്യസ്ഥിതി, ശാരീരിക സ്ഥിതിയൊന്നും വ്രതമെടുക്കാൻ പറ്റുന്നതാകണമെന്നില്ല.
മരുന്ന് കഴിക്കുന്നവരുണ്ടാകാം, വിവിധ അസുഖാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകൾ ഉണ്ടാകാം. അവർക്കൊന്നും വ്രതമെടുക്കാൻ പറ്റില്ല. ആ രീതിയിൽ ഭഗവാൻ ഒന്നും സൃഷ്ടിച്ചു വെച്ചിട്ടില്ല. എല്ലാവർക്കും നോൽക്കാൻ പറ്റുന്നതാണ് ഈ ഏകാദശി വ്രതം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിലാണ് ആ നൊയമ്പ് എന്ന് പറയുന്നത്. ഒരിക്കലും അല്ലാതെ നമ്മൾ പട്ടിണി കിടന്നുകൊണ്ടല്ല നൊയമ്പെടുക്കുന്നത്. അതാണ് ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആർക്കെങ്കിലും ഞാൻ ഈ പറയുന്നതിൽ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ, പട്ടിണി കിടക്കലാണ് എന്നുണ്ടെങ്കിൽ അങ്ങ് മാറ്റി വെച്ചേക്കുക. അപ്പോൾ പട്ടിണി കിടക്കാതെ എങ്ങനെയാണ് വ്രതം എടുക്കേണ്ടത്, അതല്ല പൂർണ്ണ ഉപവാസം എടുത്ത് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളതും പറഞ്ഞു തരാം. 5 കാര്യങ്ങളാണ് നമ്മൾ ഏകാദശി വ്രതത്തെ, അതായത് സ്വർഗവാതിൽ കൈക്കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. 5 നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടും. 1, ദാരിദ്ര്യമോചനം. നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക ദുരിതങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ എല്ലാം നീക്കി ദാരിദ്ര്യമോചനം ഉണ്ടാകും. കയ്യിൽ ധനം വന്നു നിൽക്കും, സാമ്പത്തികാഭിവൃദ്ധി ഉണ്ടാകും, സമ്പത്ത് വന്നു ചേരും. ദാരിദ്ര്യമോചനം 1. 2, ഉദ്ദിഷ്ട കാര്യസിദ്ധി. എന്തെങ്കിലും ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ മനസ്സിൽ നേർന്നുകൊണ്ട് ഭഗവാനെ എനിക്കിത് നടത്തി തരേണമേ, എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കൂടെ നിൽക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏകാദശി വ്രതം നോറ്റാൽ അത് നടക്കുമെന്നുള്ള കാര്യം അച്ചിട്ടാണ്. ഇതാണ് 2ാമത്തെ കാര്യം. 3, ശാപമോക്ഷമാണ്. ഈ ജന്മത്തിലെ മാത്രമല്ല, കഴിഞ്ഞ 7 ജന്മങ്ങളില് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകളിൽ നിന്നുള്ള, ശാപങ്ങളിൽ നിന്നുള്ള എല്ലാ രീതിയിലുമുള്ള മോചനവും നമുക്ക് നൽകുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ 7 ജന്മത്തില് അപ്പോൾ ശാപമോക്ഷം ഉണ്ടാകും. ഇനി 4ാമത്തേത് എന്ന് പറയുന്നത് രോഗദുരിത നിവാരണവും ദീർഘായുസുമാണ്. എന്താണ് രോഗദുരിത നിവാരണം എന്ന് പറയുന്നത്? എന്തെങ്കിലും അസുഖങ്ങളോ വല്ലായ്മയോ ശാരീരിക ദുഃഖങ്ങളോ ഒക്കെ ഉണ്ട് എങ്കിൽ ആശുപത്രി വാസം കൊണ്ട് വലയുന്നു, രോഗം മാറാതെ കിടന്ന് അലയുന്നു, ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ രോഗദുരിതങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇനി 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് മരണാനന്തര മോക്ഷപ്രാപ്തി ഉണ്ടാകും എന്നാണ്. എന്താണ് മരണാനന്തര മോക്ഷപ്രാപ്തി എന്ന് പറയുന്നത്? മരണശേഷം മോക്ഷപ്രാപ്തി ലഭിക്കും. ജനന മരണ ചക്രത്തിൽ നിന്ന് വിടുതൽ കിട്ടി വിഷ്ണുപാദം പൂകാനുള്ള അവസരം ലഭിക്കും. അങ്ങനെ മരണാനന്തര മോക്ഷപ്രാപ്തി ലഭിക്കും. 5 കാര്യങ്ങൾ: ദാരിദ്ര്യമോചനം, ഉദ്ദിഷ്ട കാര്യസിദ്ധി, ശാപമോക്ഷം, രോഗദുരിത നിവാരണം, ദീർഘായുസ്, കൂടാതെ നിങ്ങൾക്ക് മരണാനന്തര മോക്ഷപ്രാപ്തി ലഭിക്കും. ഇതിൽ പരം ഒരു പുണ്യം വേറെ കിട്ടാനുണ്ടോ അല്ലെ? മനസ്സിലായില്ലേ ഏകാദശികളുടെ രാജാവ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത്? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു വ്രതം എടുത്തു കഴിഞ്ഞാൽ അത്രമേൽ പുണ്യമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഇനി വ്രതം എടുക്കാൻ പറ്റാത്തവർ വിഷമിക്കേണ്ട കാര്യമില്ല. പല സാഹചര്യം കൊണ്ട് ചിലപ്പോൾ എടുക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ നിങ്ങൾക്ക് വീട്ടില് അതിന് തുല്യമായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കാനുള്ള വഴികളും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. ആദ്യം തന്നെ മനസ്സിലാക്കുക, ഉപവാസം ഇരിക്കുന്നവരെ ഈ പറയുന്ന 31-ാം തീയതിയാണ് നമ്മൾ പൂർണ്ണമായിട്ടും ഏകാദശി ആചരിക്കുന്നത്. അപ്പോൾ 30-ാം തീയതി ഉച്ച തിരിഞ്ഞു കഴിയുമ്പോൾ കുളിച്ച് ശുദ്ധിയായി ഏറ്റവും ഐശ്വര്യമായിട്ട് ഏകാദശിയിലേക്ക് കടക്കണം. ഉച്ചയൂണ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ പൂർണ്ണമായിട്ടും ഒരു ഏകാദശി വ്രതത്തിലേക്ക് കടക്കാനായിട്ട് മനസ്സും ശരീരവും ഒരുക്കുക. മനസ്സും ശരീരവും ഒരുക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ നിന്ന് വേണ്ടാത്ത ചിന്തകളൊക്കെ മോചിപ്പിച്ച് ഭഗവത് ചിന്ത മനസ്സിൽ നിറച്ച് കുളിച്ച് ശുദ്ധിയായി ഐശ്വര്യത്തോടുകൂടി ഒന്നുകിൽ വൈകുന്നേരം അമ്പലത്തിൽ പോവുക. അമ്പലം എന്ന് പറയുമ്പോൾ വീടിനടുത്ത് വിഷ്ണു ക്ഷേത്രം ഉണ്ടെങ്കിൽ, വിഷ്ണു ഭഗവാന്റെയോ ശ്രീകൃഷ്ണ ഭഗവാന്റെയോ അവതാര ക്ഷേത്രങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ വൈഷ്ണവാദി ക്ഷേത്രങ്ങളിൽ ഉച്ചതിരിഞ്ഞ് സന്ധ്യയാകുമ്പോൾ അമ്പലത്തിലേക്ക് കുളിച്ച് ശുദ്ധിയായിട്ട് പോവുക. ഇനി പോവാൻ പറ്റിയില്ലെങ്കിൽ വീട്ടിൽ നിലവിളക്ക് കത്തിക്കാൻ പറ്റുമല്ലോ. വീട്ടിൽ ഐശ്വര്യമായിട്ട് നിലവിളക്ക് തെളിയിച്ച് മഹാവിഷ്ണു ഭഗവാന്റെ ഓം നമോ നാരായണായ മന്ത്രം, വേറെ ഒന്നും വേണ്ട, നാരായണായ മന്ത്രം ഒരു 3 തവണ ചൊല്ലുക. ആ നിലവിളക്കിന് മുന്നിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ക്ഷേത്രത്തിലുള്ളവര്, ക്ഷേത്രത്തിൽ പോകുന്നവര് ക്ഷേത്ര പ്രതിഷ്ഠയുടെ മുന്നിൽ നിന്നുകൊണ്ട് 2 കൈകളും കൂപ്പിക്കൊണ്ട് വ്രതത്തിലേക്ക് പ്രവേശിക്കാൻ അനുവാദം ചോദിക്കണം. ഭഗവാനെ, ഞാൻ സ്വർഗവാതിൽ ഏകാദശി നോറ്റ് ഈ വർഷം ഭഗവാനെ പ്രാർത്ഥിച്ച് സേവിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ ദാ ഇവിടെ നിന്ന് വ്രതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ വ്രതം ഏറ്റവും മനോഹരമായിട്ട് പൂർത്തീകരിക്കാൻ ആയുസ്സും ആരോഗ്യവും എല്ലാ രീതിയിലുമുള്ള ഭഗവാന്റെ കൃപയും തന്ന് അനുഗ്രഹിക്കണമേ. അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതിന് നമ്മൾ സങ്കല്പം എടുക്കുക എന്ന് പറയും. കാരണം നമുക്ക് ആയുസ്സും ആരോഗ്യവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ വ്രതം പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ? ഇല്ലെങ്കിൽ അത് പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല. അത് ഭഗവാനോട് നമ്മൾ ചോദിക്കുകയാണ്. അവിടെ ഞാൻ വ്രതത്തിലേക്ക് പ്രവേശിക്കുകയാണ്,
അവിടെ നിന്ന് ആയുസ്സും ആരോഗ്യവും നൽകി ഈ സ്വർഗവാതിൽ ഏകാദശി, ഈ വൈകുണ്ഠ ഏകാദശി എനിക്ക് ഐശ്വര്യം നിറഞ്ഞതാക്കി തീർക്കണം എന്നുള്ളത് ഭഗവാനോട് അനുവാദം ചോദിച്ചുകൊണ്ട് വേണം നമ്മൾ ക്ഷേത്രത്തിൽ തൊഴാനായിട്ട്. ശേഷം വീട്ടിൽ വിളക്ക് വയ്ക്കണം. നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്ന ശേഷം വീട്ടിൽ നിലവിളക്ക് തെളിയിക്കണം. അതല്ല അമ്പലത്തിൽ ഒരുപാട് നേരം ചിലവഴിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വ്രതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി വ്രതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് പൂർണ്ണ ഉപവാസം എടുത്തിരിക്കാൻ ആരോഗ്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അതായത് മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ എല്ലാം പൂർണ്ണമായിട്ടും ഒഴിവാക്കി പൂർണ്ണ ഉപവാസം ഇരിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ പറ്റുന്നവർക്ക് നിങ്ങൾ വളരെ ലഘുവായിട്ടുള്ള കാര്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പഴം, ജലം, വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ ഇവയൊക്കെ കഴിച്ചുകൊണ്ടും വ്രതം എടുക്കാവുന്നതാണ്. ഈ ഊണ് കഴിക്കുന്ന പരിപാടി നിർത്തുക. ഊണ് കഴിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അതായത് അരിയാഹാരം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. പഴവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ പലഹാരങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് മത്സ്യമാംസാദികൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കി, ലഹരി പദാർത്ഥങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കി, ഇതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് മനോഹരമായിട്ട് നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടും വ്രതം എടുക്കാവുന്നതാണ്. ഇനി തീരെ നിവൃത്തിയില്ലാത്തവരാണെങ്കിൽ ഉച്ചയ്ക്ക് ഒരു നേരം അരിയാഹാരം കഴിക്കുക. അരിയാഹാരം കഴിക്കുന്ന സമയത്ത് ഉള്ളി, പപ്പടം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് സാധാരണ എന്തെങ്കിലും വളരെ ലൈറ്റായിട്ട് കഴിച്ചുകൊണ്ട് കുറച്ച് അരിയാഹാരം കഴിച്ചുകൊണ്ടും നിങ്ങൾക്ക് വ്രതം അനുഷ്ഠിക്കാം. വയറ് നിറയെ കഴിക്കുക എന്നുള്ളതല്ല, അരവയറോ അല്ലെങ്കിൽ കാൽ വയറോ ഒഴിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾ വ്രതം എടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ അന്ന്, അതായത് 30-ാം തീയതി വൈകുന്നേരം നമ്മൾ ആ ഒരു സങ്കല്പം എടുത്തു കഴിഞ്ഞാൽ രാത്രിയിൽ എന്തെങ്കിലും പഴവർഗ്ഗങ്ങൾ കഴിച്ചുകൊണ്ട് കുറച്ച് ജലവും കുടിച്ചുകൊണ്ട് വേണം നമ്മൾ വ്രതത്തിലിരിക്കാനായിട്ട്. നാരായണ നാമം ചൊല്ലിക്കൊണ്ട് വ്രതത്തിൽ പ്രവേശിക്കാം. പിറ്റേന്ന് രാവിലെ ഏകാദശി ദിവസം, സ്വർഗവാതിൽ ഏകാദശി ദിവസം 31-ാം തീയതി രാവിലെ കുളിച്ച് ശുദ്ധിയായി ഐശ്വര്യമായിട്ട് രാവിലെ അമ്പലത്തിൽ പോകണം, നിർബന്ധമാണ്. വ്രതം എടുക്കുന്നവരും എടുക്കാത്തവരും സ്വർഗവാതിൽ ഏകാദശി ദിവസം അമ്പലത്തിൽ പോകുന്നത് ഏറ്റവും ഐശ്വര്യമാണ്. ആ ദിവസം ഭഗവാനെ കണ്ട് തൊഴുന്നതിൽ പരം പുണ്യം വേറെ ഇല്ല എന്നുള്ളതാണ്. രാവിലെ പോയി ഭഗവാനെ കണ്ട് നാരായണ നാമം ചൊല്ലിക്കൊണ്ട് ഭഗവാനെ ഒരു 7 പ്രദക്ഷിണം നടത്തുക. അങ്ങനെ പ്രാർത്ഥിക്കുന്നത്, പ്രദക്ഷിണം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ്. തൊഴുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, വ്രതത്തിലാണ് എന്നുണ്ടെങ്കിൽ തീർത്ഥം സേവിക്കാൻ പാടില്ല. ഒരുപാട് ആളുകൾക്ക് സംശയമുള്ള ഒരു കാര്യമാണ്. കാരണം ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ തിരുമേനി തീർത്ഥം തരും, അത് കഴിക്കാമോ അല്ലെങ്കിൽ അത് പ്രസാദമല്ലേ കഴിക്കാമല്ലോ എന്നുള്ളത്. എന്നാൽ അങ്ങനെ ചെയ്യരുത്. വ്രതത്തിലാണ് എന്നുള്ളവര് ആ ഒരു തീർത്ഥം വാങ്ങിക്കാതിരിക്കുക. വ്രതത്തിലല്ലാത്തവർക്ക് തീർത്ഥം സേവിക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്നുള്ളതാണ്. കുറച്ചു നേരം ആ ക്ഷേത്രത്തിൽ സമയം ചിലവഴിക്കുക, കുറച്ചു നേരം അമ്പലത്തിൽ ഇരിക്കുക, ഭഗവാനെ കണ്ടിരിക്കുക, ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക. ഭഗവാന്റെ നാമപുസ്തകങ്ങളൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് കൊണ്ടുപോയിട്ട് അവിടെ ഇരുന്ന് ചൊല്ലാവുന്നതാണ്. ഇനി ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവര്, ഒരു കാരണവശാലും ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നില്ല എങ്കിൽ രാവിലെ വീട്ടിൽ നിലവിളക്ക് തെളിയിച്ചു വെച്ച് അതിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് നാമങ്ങൾ ജപിക്കാവുന്നതാണ്. ക്ഷേത്രത്തിൽ പോകുന്നവരും വീട്ടിൽ രാവിലെ തന്നെ നിലവിളക്ക് തെളിയിക്കണം, അതിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് നാമങ്ങൾ ജപിക്കണം. വീട് ഇരുണ്ട് കിടന്നുകൊണ്ട് നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് ഒരിക്കലും പോകാനായിട്ട് പാടില്ല. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ്. ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹങ്ങളോ ഉണ്ടെങ്കിൽ അതിന്റെ മുന്നിൽ സാധിക്കുന്നവർ ഒരു നെയ്വിളക്ക് കൂടെ ഒന്ന് സമർപ്പിക്കുക. ഏറ്റവും ഐശ്വര്യപ്രദമാണ്. അപ്പോൾ നിലവിളക്ക് തെളിയിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ 5 തിരിയിട്ട് ഭദ്രദീപം തന്നെ തെളിയിക്കാനായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് ആ ദിവസം ഒന്നുകിൽ പൂർണ്ണ ഉപവാസം ഇരിക്കുക, അല്ലെങ്കിൽ ഒരു നേരം ആഹാരം കഴിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് മാത്രം ഒരു നേരം ആഹാരം കഴിച്ചിരിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ വളരെ ലഘുവായിട്ട് മരുന്നൊക്കെ കഴിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ആ മരുന്ന് കഴിക്കുന്നതിന്റെ ഭാഗമായിട്ട് വളരെ ലഘുവായിട്ട് മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ആഹാരം കഴിക്കാവുന്നതാണ്. ഓരോരുത്തരും, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആരോഗ്യം അനുവദിക്കുന്ന രീതിയിൽ മാത്രമേ ഏതൊരു വ്രതമായാലും അനുഷ്ഠിക്കാനായിട്ട് പാടുള്ളൂ. നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെ മനസ്സിലാക്കുന്നവനാണ് ഭഗവാൻ. അപ്പോൾ നമ്മുടെ അവസ്ഥകൾ നമ്മളെക്കാൾ നന്നായിട്ട് ഭഗവാൻ അറിയാം. അതുകൊണ്ട് അങ്ങനെ വ്രതമിരിക്കണം എന്ന് കരുതി ആരോഗ്യം വഷളാക്കാനായിട്ട് ആരും നിൽക്കരുത്. മനസ്സുകൊണ്ടാണ് നമ്മൾ വ്രതം അനുഷ്ഠിക്കുന്നത്, ശരീരം കൊണ്ടല്ല. മനസ്സാണ് വൃത്തിയും ശുദ്ധിയും ഉള്ളതാക്കി മാറ്റേണ്ടത്. അതുകൊണ്ട് തന്നെ പീരീഡ്സ്, ആർത്തവ സമയങ്ങളിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ
പൂജാതി ക്ഷേത്ര ദർശന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നാലും മനസ്സുകൊണ്ട് വ്രതം നോൽക്കാവുന്നതാണ്. എന്താണ് മനസ്സുകൊണ്ട് വ്രതം നോൽക്കുക എന്ന് പറയുന്നത്? അത് എല്ലാവർക്കും പറ്റണമെന്നില്ല. പറ്റുന്നവരെ ചെയ്യുക. മനസ്സുകൊണ്ട് വ്രതം നോൽക്കുക. അതായത് പൂജാതി കാര്യങ്ങൾ മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് നാരായണനാമം ജപിച്ചുകൊണ്ട്, നാരായണനാമം ജപിക്കുന്നതിൽ ഒരു നിഷിദ്ധവുമില്ല കേട്ടോ, എല്ലാവർക്കും ജപിക്കാം. പ്രാർത്ഥനയാണ്, നാമജപമാണ് ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. ആ രീതിയിലായാലും നിങ്ങൾക്ക് വ്രതം എടുക്കാവുന്നതാണ്. എന്നിട്ട് ഈ ദിവസം 31-ാം തീയതി ഏകാദശി ദിവസം സന്ധ്യയും തൊഴുത് രാത്രി ഉറക്കമെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ 1-ാം തീയതി, അതായത് പുതുവർഷമാണ്, പുതുവർഷത്തിലെ 1-ാം തീയതിയാണ്, ജനുവരി 1-ാം തീയതി രാവിലെ അമ്പലത്തിൽ പോവുക. കുളിച്ചു തൊഴുത് ഭഗവാനെ കണ്ടു തൊഴുത് പ്രാർത്ഥിച്ച് രാവിലെ ഒരു 7 മണിയാകുമ്പോഴത്തേക്കും അമ്പലത്തിൽ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. രാവിലെ പോയി ഭഗവാനെ കണ്ടു തൊഴുത് പ്രാർത്ഥിച്ച് അവിടുന്ന് തിരുമേനിയുടെ കയ്യിൽ നിന്ന് തീർത്ഥം വാങ്ങി സേവിക്കുക. തീർത്ഥം സേവിച്ചുകൊണ്ട് വ്രതം അവസാനിപ്പിക്കുക. ഭഗവാനോട് നന്ദി പറയുക. ഈ ഒരു ഏകാദശി വ്രതം പൂർത്തീകരിക്കാൻ സാധിച്ചതിന് ഭഗവാനോട് നന്ദി പറയാൻ മറക്കരുത്. ഇനി വ്രതമെടുക്കാൻ പറ്റാത്തവര് 31-ാം തീയതി വൈകുന്നേരം വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുക. നിലവിളക്ക് തെളിയിച്ച് നാരായണനാമം ചൊല്ലി ഭഗവാനെ പ്രാർത്ഥിക്കുക. ഭഗവാന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നേദ്യം സമർപ്പിക്കാവുന്നതാണ്. എന്തെങ്കിലും ഒരു പായസമോ കാര്യങ്ങളോ തയ്യാറാക്കി ഭഗവാന് നേദ്യമായിട്ട് സമർപ്പിക്കുക. അല്ലെങ്കിൽ പാലും പഴവും സമർപ്പിക്കാവുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു നേദ്യം സമർപ്പിച്ചുകൊണ്ട് വ്രതം എടുക്കാത്തവരുടെ കാര്യമാണ് പറയുന്നത്. 30-ാം തീയതി വിളക്ക് തൊഴുക. 31-ാം തീയതി രാവിലെ, അതായത് സ്വർഗവാതിൽ ഏകാദശി ദിവസം രാവിലെ വിളക്ക് മുടങ്ങാതെ തെളിയിക്കുക. രാവിലെയും ഇതേപോലെ തന്നെ ഭഗവാനെ നേദ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വൈകുന്നേരം 31-ാം തീയതിയും ഇതേപോലെ തന്നെ ഭഗവാന് നേദ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. 1-ാം തീയതി രാവിലെ ഇതേപോലെ ഭഗവാന് നേദ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുക വഴി നിങ്ങളിനി അഥവാ വ്രതമെടുക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് ഭഗവാന്റെ കൃപ ലഭിക്കുന്നതാണ്. ഭഗവാന്റെ സാന്നിധ്യം വീട്ടിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അന്നേ ദിവസം നമ്മുടെ വീട്ടിൽ എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരിക്കണം നമ്മൾ സൃഷ്ടിക്കേണ്ടത്. ഭഗവാൻ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ദിവസമാണ്. അപ്പോൾ എല്ലാവരും ഈ പറയുന്ന രീതിയിൽ വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുന്നവർ അനുഷ്ഠിക്കുക. അല്ലാത്തവർ ഈ പറഞ്ഞതുപോലെ വീട്ടിൽ നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ഭഗവാന്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.